ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഞങ്ങളന്ന് ഉച്ചയ്ക്ക് ചിക്കൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് റെസിപ്പി ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. ഇത് പിന്നെ കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു റെസിപ്പിയുമാണ്. അപ്പോൾ ആ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് വ്ളോഗ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, എന്നിട്ട് കമൻറ്റും ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1000 ഗ്രാമിൻ്റെ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബ്രസ്റ്റിലും കാലിലൊക്കെ ഒന്ന് നമുക്ക് കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഈ ചിക്കൻ്റെ അകത്തും പുറത്തൊക്കെ ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടച്ച് കുറച്ച് സമയം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ. കുറച്ച് വലിയ പാത്രം എടുക്കുക. എന്നിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായാലും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായാലും അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് ഇതിനൊരു 20 മിനിറ്റ് നമുക്ക് പാത്രം അടച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും പാത്രം തുറന്നിട്ട് ഇതിനൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്തെടുക്കുന്നത് ചെറിയ തീയിലാണ്. അപ്പോൾ ഇതാ 20 മിനിറ്റ് അപ്പുറത്തെ സൈഡും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കനെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിൻ്റെ ആ ഒരു ഗ്രേവിയും ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതേ സെയിം പാൻ തന്നെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായാലും നമുക്കിതിലേക്ക് ഒരു 5 സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പം അതുവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സവാള പാകത്തിന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കതിനെ ഒന്ന് വഴറ്റണം. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കതിലേക്ക് ഒരു 2.5 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 3 തക്കാളി എടുക്കാം കേട്ടോ. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 2.5 തക്കാളി എടുത്താൽ മതി.
ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് പാത്രം അടച്ച് ചെറിയ തീയിൽ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് ചതച്ചതും, പിന്നെ ഒരു കാലിൻ്റെ ഒരു കുറച്ച് മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം അതിനൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ചിക്കന് മാറ്റി വെച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ആ ഗ്രേവി ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാത്രം അടച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ മസാലയും തേങ്ങാപ്പാലൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊള്ളിച്ചതിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 അത്യാവശ്യം കുറച്ച് വലിയ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള വാഴയുടെ ഇല ഒന്ന് നീർത്തി വെക്കാം. എന്നിട്ട് ഈ ഒരു ഇലേൻ്റെ മുകളിലേക്ക് ഒരു ഇല കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ഇല വെക്കുന്നത് ഇത് നമ്മൾ അഥവാ മടക്കി എടുക്കുമ്പം പൊട്ടാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വാഴൻ്റെ ഇലേൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ മസാല പകുതി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഹാഫ് കുക്കാക്കിയിട്ടുള്ള നമ്മുടെ ചിക്കന് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇനി ബാക്കിയുള്ള മസാല ഫുള്ളായിട്ട് ഈ ചിക്കൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇല നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കണം. പിന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല ചുവട് കട്ടിയുള്ള കുറച്ച് വലിയൊരു പാനിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിതാ കെട്ടിയെടുത്തിട്ടുള്ള ഈ പൊതി വെച്ച് കൊടുക്കാം. എന്നിട്ട് പാത്രം അടച്ച് ചെറിയ തീയിൽ അരമണിക്കൂർ ഒരു ഭാഗം ഒന്ന് വെക്കാം. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെറിയ തീയിൽ അരമണിക്കൂറൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ മൊത്തത്തിൽ ചിക്കൻ ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം 1 മണിക്കൂറാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അരമണിക്കൂർ ഒരു സൈഡും അരമണിക്കൂർ ഒരു സൈഡും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് ഇവിടെ നന്നായിട്ട് വെന്തൊക്കെ കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. നമ്മളെപ്പോഴും മീൻ പൊള്ളിച്ചതൊക്കെ അല്ലേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.